പൊന്നി ലോറൻസ്, നീ ഇതുകൊണ്ട് പോ. അതല്ലെന്നേ, ഞാൻ പലിശ കാണുമ്പോ നിന്റെ മുതലാളിയുടെ ചൊറിച്ചിൽ കുറയും. എന്റെ സാറേ ശരിയാകുകയല്ല. നീ പോ ലോറൻസേ. മുതൽ തിരിച്ചു കിട്ടാതെ പുള്ളിക്കാരെ അടക്കത്തില്ല സാറേ. ഇങ്ങോട്ട് കയറി വന്നുകളി. ചില നേരത്തെ അയാളുടെ സ്വഭാവം മഹാപിഴയാ. എടോ, സിറ്റുവേഷൻ മഹാമോശമാ. കാശ് കയ്യിൽ വെച്ചിട്ട് തരാത്തൊന്നുമല്ലല്ലോ. ബാങ്കുകാർ ഒരു വഴിക്ക് ഇറങ്ങിയിട്ടുണ്ട്. 5 ലക്ഷം രൂപയാ ആ മാനേജർ ദാസൻ പന്നി എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞത്. കഥകളൊക്കെ നിനക്ക് അറിയാവുന്നല്ലേ. പോയി എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യൂട്ടാ. മാനേജ് ചെയ്യാന്നൊക്കെ പറഞ്ഞ മാനേജ് ചെയ്യാന്ന് പറഞ്ഞ മാനേജ് ചെയ്യ, അത്ര തന്നെ. ഒരു രക്ഷയില്ലെങ്കിൽ കുറച്ച് എലിവേഷൻ മേടിച്ച് നീ നിന്റെ മുതലാളിക്കോട്. ബാക്കി കാശിന് നീയും പുട്ടടിച്ചോ. നീ പോലെ ഓറൻസേ. അല്ല അതെ, എന്റെ ദൈവമേ, ഏത് നേരത്താണാവോ നീ എന്നെ മല കയറ്റിയത്? അല്ല, നീ എന്താ ഇവിടെ? ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി കുറെ കാർഡ്സ് അയച്ചു, ഫോൺ ചെയ്തു, പിള്ളേർ സെറ്റിന് കുറെ ചോക്ലേറ്റ്സ് വാങ്ങി, പ്ലസ് അല്ലറ ചില്ലറ ഷോപ്പിംഗ്. മുത്തു കുറച്ച് പോക്കറ്റ് മണി തന്നേ. എന്താ മോളെ ഒരു അപലക്ഷണം കെട്ട ചിരി? ആരെ മോനെ ലോറൻസ്? ലോറൻസ്, മൈ ഫ്രണ്ട്, എന്റെ വെരി ക്ലോസ് ഫ്രണ്ട്. എന്താ? അല്ല ഒന്നുമില്ല. ഈ ക്ലോസ് ഫ്രണ്ട്സിന് ഇങ്ങനെ കാശ് കൊടുക്കുവോ കാണാൻ വരുമ്പോ? എല്ലാം മാറിയെന്ന് വാച്ച് ചെയ്യായിരുന്നല്ലേ? ബോബന് മോളിലെ പട്ടിയെ പോലെ എല്ലാ ഫ്രെയിമിലും നീ ഉണ്ടാവുമല്ലോ. ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വളരെ വറി ചെയ്യുന്നുണ്ടോ? ചില്ലറ പ്രശ്നങ്ങൾ ഇല്ലാതില്ല. എന്താ? എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ ഒരു വഴി തെളിഞ്ഞു വരുന്നു സ്വാമി. എന്ത് വഴി? ഏത് വഴി? അങ്ങനെ ചുമ്മാ പറഞ്ഞു തരാനൊന്നും പാടില്ല, എന്നാലും പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. മനസ്സിലായില്ലേ? മനസ്സിലാവുന്ന ഭാഷയിൽ പറയേ. This is Kannada. Make it in മലയാളം. ഇതിന്റെ അർത്ഥം മലയാളത്തിൽ എന്താന്ന് വെച്ചാ പറഞ്ഞതാ. അർത്ഥം കണ്ടുപിടിക്കേണ്ടത് ആവശ്യക്കാരന്റെ ഡ്യൂട്ടിയാണ്. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು പോയി 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 പോയി. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ചോദിക്കാതെ നമസ്കാരം പറയരുത്. എടാ, നിനക്ക് കന്നഡ അറിയാമോ? ഏയ്, ഞാനാ ടൈപ്പല്ല. തമാശകളാ, ഇത് സംഗതി സീരിയസാ. നീ കന്നഡത്തിൽ എന്തോ ഒരു സംഭവം പറഞ്ഞു. അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം അറിഞ്ഞാൽ അതിനകത്ത് എന്തോ ഒരു ക്ലൂ കിടപ്പുണ്ട്. എന്താ സംഭവം? പറ കേക്കട്ടെ. എനിക്ക് കന്നഡ കേട്ടാ മനസ്സിലാവും. 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. ഇത് കന്നഡ? പിന്നല്ലാതെ. എടാ, ഞാൻ കേട്ടിട്ടുള്ള കന്നഡ ഈ ടൈപ്പല്ല. നിനക്ക് അറിയാൻ പാടില്ലെങ്കിൽ അറിയാൻ പാടില്ല എന്ന് പറ. കന്നഡ അറിയാവുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. എവിടെയുണ്ട് സാർ? എവിടെയുണ്ട്? ഞാനാ മോനായി. അത് കറക്റ്റ്. ഇവൻ കുറച്ചു കാലം പഞ്ചാബിലായിരുന്നല്ലോ. സാറ് കളിയാക്കണ്ട, നിങ്ങൾ കന്നഡ പറ, ഞാൻ അത് മലയാളത്തിൽ പറഞ്ഞുതരാം. എന്നാ പറയടാ. എന്നാ പറ. 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. ഇത്രേ ഉള്ളൂ. ഇത് വെരി സില്ലി. എന്നാ പറ. എന്നാ പറയട്ടെ. 5 കസിൻ എന്ന് പറഞ്ഞാൽ 5 കസിൻ. കറക്റ്റ്. നെല്ലി ആരാവതു എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്താ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത? അർത്ഥം പറയടാ. അർത്ഥം പറയട്ടെ. സാറിന്റെ പേരെന്താ? രവിശങ്കർ. രവിശങ്കറിന് കന്നഡയിൽ ഒന്ന് പറഞ്ഞു. രവിശങ്കറിന് കന്നഡത്തില് രവിശങ്കറല്ല. അപ്പൊ ഇതിന് പറഞ്ഞ വലിയ അർത്ഥ വ്യത്യാസങ്ങൾ പറഞ്ഞില്ല. ഇനി ഒബ്രു മധുവേ, ഒബ്രു മധുവിൽ മധു എന്ന് പറഞ്ഞാൽ മധു. മധു ഇല്ല, ഇത് മദ്യം. ഒബ്രു എന്ന് പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം ബ്രാൻഡിയാണ്. ഓൺലി ഫോർ സെയിൽ ഇൻ കർണാടക. മാടിക്കുണ്ട്രി എന്ന് പറഞ്ഞാൽ മാടി വിളിക്കുക. അതില്ല, മേടിച്ചുകൊണ്ട് വരിക. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒബ്രു മധു എന്ന് പറഞ്ഞ ബ്രാൻഡി കഴിച്ച് 5 കസിൻസ് താമസിക്കുന്ന ആ പെമ്പിള്ളേരെ മുറി പോയി ബഹളം ഉണ്ടാക്കിയാൽ മുത്തച്ഛൻ 2 പേരുടെ മോന്താടെ പേഴ്സണാലിറ്റി മാറ്റുന്ന. ഇനി കുട്ടികളെല്ലാവരും ഇരിക്കൂ. നീ എന്താ പറഞ്ഞേ? വെക്കേഷൻ ഒരു ത്രില്ല് പോരാന്നോ? ത്രില്ല് തുടങ്ങാൻ പോകുന്നേ ഉള്ളു മോളെ. ഇത് എവിടെ കിട്ടി? വൈൻ ഷോപ്പിൽ കയറി വാങ്ങിച്ചു. എന്റെ ഈശ്വര, സമ്മതിക്കുന്നില്ലേ അമ്മേ? നമ്മളിത് കുടിക്കാൻ പോവാ? അല്ലല്ല, നമ്മളെ ഇതുകൊണ്ട് മുഖം കഴുകാൻ പോവാ. കൊഞ്ചാണ്ട് ഗ്ലാസ് നിരത്തി വെക്കടി. ഞാനത് നോക്കി ചെയ്യട്ടെ.
നോട്ട് ബാഡ്. പ്ലീസ് ആമി, എനിക്ക് വേണ്ട. പെണ്ണെ, അടിച്ച് നിന്റെ കണ്ണട ഞാൻ മെഡിലോബ്ലങ്ങായിട്ട് കേറ്റു. മുത്തച്ഛനെങ്ങാനും അറിഞ്ഞ പുറത്ത് ആരോടെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ പറഞ്ഞ ആളുടെ ചന്തിക്കിട്ട് ഞാൻ പിടയ്ക്കും. ഇതില് വെള്ളം ഒഴിക്കണ്ടേ? വൈൻലോ ബുദ്ധു. നിന്നെയൊക്കെ ഇതിന് സഹകരിപ്പിക്കണ എന്നെ തല്ലണം. എന്റെയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് ജിന്നാണ് വേണ്ടത്. പിന്നെ നിനക്കൊന്നും അതിനൊരു മെച്ചൂരിറ്റി ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വൈനിൽ ഒതുക്കിയത്. വെയിറ്റ് 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 വെയിറ്റ്. മൈ ഗോഡ്, സിഗരറ്റ്. സിഗരറ്റ് ഞാൻ വലിച്ചിട്ടുണ്ട്. ആണോ? എന്നാ നീ മൂക്കി കൂടെ പോയിട്ട് കാണിച്ചേ. അതൊന്നും വേണ്ട, ചുമയ്ക്കും. പെട്ടെന്ന് കുടിക്കാം, ആരെങ്കിലും കണ്ടാ. കമോൺ. Cheers. തൊട്ടുകൂട്ടാൻ വല്ല അച്ചാറോ മറ്റോ വേണോ? കൂട്ടത്തിൽ സ്മാർട്ട് എന്ന് മനസ്സിലായിരുന്നു, പക്ഷെ ഇത്രയ്ക്ക് കയ്യിലുണ്ടെന്ന് അറിഞ്ഞില്ല. ഇത് വെറുതെ ഒരു തമാശ. എല്ലാരും കൂടെ കൂടിയപ്പോ വൈനാ. മൈൽഡ് ഡ്രിങ്ക് അല്ലേ? അതെ അതെ, വൈനില തുടങ്ങുക, പിന്നെ വീര്യത്തിലേക്ക് കടക്കാമല്ലോ. ഏതായാലും മുത്തശ്ശന്റെ അടുത്തേക്ക് നടക്ക്. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളാണ്ടാവും. വാ നടക്ക്. ഡെന്നിസേ, എന്റെ പൊന്ന് ഡെന്നിസേ, മാപ്പാക്കണം. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യില്ല. ഗുരുവായൂരപ്പനാണ്, പളനിയാണ്ടവനാണ്, ശബരിമല അയ്യപ്പനാണ്, ബത്ലഹേം ഡെന്നിസാണ് സത്യം. മാപ്പാക്കണം. ആക്കെന്റെ ഡെന്നിസേ. ആക്കാം, പക്ഷേ മറ്റതിന്റെ മീനിങ് പറയണം. 5 കസിൻസ്, ഒബ്രു മധു, മാടിക്കൊണ്ടേ. ഓ അതോ? അത് പറയണോ? പറയണം. അത് ചുമ്മാ രവിയേട്ടനെ, ഒന്നും ഇല്ലെന്നേ. ഡെന്നിസേ, ഓ പറയാം. 5 കസിൻസ് നെല്ലി ആരാവതു സൂര്യനെല്ലി. 5 കസിൻസ് എന്റെ അമ്മയുടെ കോപ്പിലെ ചങ്കു, അർത്ഥം കിട്ടിയടാ. അവളെ കൊണ്ട് തന്നെ പറയിച്ചു. എന്താടാ? അതായത് നീ നിന്റെ 5 കസിൻസിൽ ആരെങ്കിലും ഒരാളെ വിവാഹം കഴിച്ചാൽ നിന്റെ മുത്തശ്ശന്റെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് മുഴുവൻ നിനക്കുള്ളതാണ്. അതാണ് സംഭവം. ഓ എന്റെ ഡെന്നിസേ, ആ കിളവന്റെ കയ്യിൽ മുടിഞ്ഞ പണം ഉണ്ടാ. അത് മുഴുവൻ കിട്ടിയ ഞാനൊരു കലക്കലിടാ. പക്ഷെ ആ പെണ്ണാരാണെന്ന് അറിയണ്ടേ? എന്തിനാടാ? ഏതെങ്കിലും ഒരു കുരിശെടുത്ത് തോളത്ത് വെച്ചാ പോരെ? പോരല്ലോ. നീ പ്രപ്പോസ് ചെയ്യുന്ന പെണ്ണിന് നിന്നെ ഇഷ്ടമല്ലെങ്കിലോ, അവൾക്ക് വേറെ ലൈൻ ഉണ്ടെങ്കിലോ? ഓ, അപ്പൊ നിന്നെ പ്രേമിക്കുന്നവൾ ആരാണെന്ന് കണ്ടുപിടിച്ച് കെട്ടുന്നതല്ലേ ഈസി. അത് കറക്റ്റ്. പക്ഷെ നമുക്ക് ഇതുവരെ അതിനോടൊരു ക്ലൂ കിട്ടിയില്ലോ. ഒരു ക്ലൂ എന്റെ ഉണ്ടല്ലോ. ടേപ്പ് കാർഡ് റിപ്പയർ ചെയ്ത് ശരിയാക്കി അതിന്റെ കാസറ്റ് ഒട്ടിച്ച് ഇതിനകത്ത് ഇട്ടുണ്ട്. ഇനി കാസറ്റ് കുരുങ്ങി പരങ്ങി എന്ന് പറഞ്ഞ് എന്റെ തന്നാൽ ഇത് ഞാൻ തല്ലി പൊളിച്ച് കുതിരക്ക് ടേപ്പ് കാർഡ് ഫ്രൈ എന്ന് പറഞ്ഞിട്ടു. ആ കാസറ്റ് ഓൺ ചെയ്യടാ. ഒരു കുഴപ്പമുണ്ടാവരുത്. എന്താടാ? അപ്സ്റ്റെയറിലെ വിൻഡോയിൽ ലൈറ്റ് കത്തി. ആരത്? ജ്യോതിയാണോ? എനിക്ക് തോന്നുന്നത് SP യുടെ മോളില്ലേ, ട്രിവാൻഡ്രം. ദേവിക. അതല്ല. ഇനി അപർണയാണോ? ഗായത്രിയാണോ? പാർട്ടിയാ? ശരീരത്തിന്റെ മുൻവശം കണ്ടിട്ട് ഗായത്രിയാണെന്ന് തോന്നണേ. അടിയടാ. അയ്യോ, പോയി. ടേപ്പ് കാർഡ് പിന്നെയും പോയി. അവളും പോയി. ഇപ്പോഴും മനസ്സിലായിട്ടില്ലല്ലേ എന്നെ? എന്തൊരു കഷ്ടം. സോറി. ഐ ഫീൽ റിയലി സോറി മാം. യോസ്.
ഹലോ, എന്താ ഒളിഞ്ഞു നോക്കുന്നേ? ഓഹോ, അപ്പൊ നമ്മളാണല്ലേ? നമ്മൾ എങ്ങനെ ആണാവും? നമ്മൾ ആണും പെണ്ണും അല്ലേ? തമാശ. ഇനി വലിയ തമാശ ഒന്നും വേണ്ട. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. രവി ഉറക്കത്തിൽ നിന്ന് വിളിച്ചോണ്ടി പറയട്ടാ. എന്ത്? കമാണ് അഭിരാമി, ഇനി ഈ പൊട്ടങ്ങളി വേണ്ട. ഇറ്റ്സ് യു. മിസ്റ്റർ ഡെന്നിസ്, എന്റെ കസിൻസ് മുഴുവൻ പറഞ്ഞു നിങ്ങൾക്ക് ഇത്തിരി വട്ടുണ്ടെന്ന്. ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പൊ അതെന്തോ ആവട്ടെ, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ഇന്നലെ രാത്രി വിൻഡോയുടെ അടുത്ത് വന്ന് ഔട്ട് ഹൗസിലേക്ക് നോക്കിയെന്ന് അഭിരാമിയല്ലേ? യെസ് യെസ് ഡെന്നിസ് മെനസ്, ഇന്നലെ രാത്രി ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല. നിങ്ങളുടെ ഔട്ട് ഹൗസിൽ നിന്ന് കേട്ട പാട്ട്, അത് കേട്ടപ്പോ തൊട്ട് എന്റെ ചുണ്ടിലുണ്ട്. മുഴുവനും കേൾക്കാനും കഴിഞ്ഞില്ല. ആ ടേപ്പ് എനിക്കും തരുമോ? അപ്പോ അഭിരാമിയല്ലേ ആ പാട്ട്? അവളാവാൻ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. അവൾ അങ്ങനെ ഒരു സാധാ പെമ്പിള്ളേരുടെ നമ്പർ ഒന്നും കാണിക്കില്ല. എടാ, സാധാ പെമ്പിള്ളേരുടെ നമ്പറാണ് ഈ കൊറിയർ സർവീസ് വഴി പൂച്ച അയക്കുന്നത്. എനിക്ക് അവളെ സംശയമുണ്ട്. വിളഞ്ഞ വിത്താവള. അത് കറക്റ്റ്. പക്ഷേ ഈ ചുറ്റിക്കളിക്കൊന്നും നിൽക്കാതെ ഏതവളായാലും അവൾക്ക് മുന്നോട്ട് വന്ന് ധൈര്യമായിട്ട് പറഞ്ഞൂടെ, ചേട്ടാ ഐ വുഡ് ലൈക്ക് ടു മാരി യു എന്ന്. എടാ, അതിലെന്താ ഒരു ത്രില്ല്? കണ്ടുപിടിക്കണം. എന്നിട്ട് പൂച്ചക്കുഞ്ഞിനെ തൂക്കിയെടുക്കും പോലെ ആ കൂട്ടത്തിൽ നിന്ന് അവളെ ചെവിക്ക് പിടിച്ച് തൂക്കിയെടുത്ത് മുന്നോട്ടിട്ട് മുഖത്ത് നോക്കി ചോദിക്കും, ഓർമ്മയുണ്ടോ ഈ മുഖം? അതല്ലടാ മോളെ, ദുബായിലേക്ക് പെട്രോൾ കയറ്റി അയക്കല്ലേ എന്ന്. അല്ല, ഇങ്ങനെ ചോദിക്കണം. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേടി മോളെ. അതെങ്ങനെയാടാ സിറ്റുവേഷൻ മാച്ച് ആവുന്നത്? ആവുന്നില്ല അല്ലേ? എന്നാ പിന്നെ എന്ത് പിണ്ണാക്കെങ്കിലും പറയാം. ആദ്യം അവൾ ആരാണെന്ന് അറിയണം. എന്നിട്ട് കഴിയുന്നതും വേഗത്തിൽ അവളെ കെട്ടുക. മുത്തശ്ശന്റെ കംപ്ലീറ്റ് ക്യാഷുകൾ അടിച്ചു മാറ്റുക, കടങ്ങൾ വീട്ടുക. എന്നിട്ട് ഒരു അടിപൊളി ഫാം. ആഹാ, അകട്ടിൽ മെഷീൻ വെച്ച് കറക്കുന്ന 100 കണക്കിന് പശുക്കൾ. അമുൽ കമ്പനി പൂട്ടിച്ചിട്ടേ ഇനി എനിക്കൊരു വിശ്രമമുള്ളൂടാ. എടാ പൊട്ടൻ ചങ്കു, ആദ്യം അവൾ ആരാണെന്നറിയും, എന്നിട്ട് ആലോചിക്കാം അമുൽ ടിൻ പൊട്ടിക്കുന്ന കാര്യമൊക്കെ. ആ പാട്ടാണ് കയറി പിടിക്കാൻ പറ്റിയൊരു തുമ്പ്. ഒരു ഐഡിയ വരുന്നുണ്ട്. അവളെ കൊണ്ട് ആ പാട്ട് പാടിക്കാൻ കഴിയും. യുറേക്ക!